ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നുറുക്ക് ഗോതമ്പ് വെച്ച് നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന നുറുക്ക് ഗോതമ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ മാത്രം സമയം മതി. ഇനി അതുമാത്രമല്ല, ഇന്നത്തെ വീഡിയോയിൽ ഒരു കുഞ്ഞ് അൺബോക്സിങ് കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അപ്പു ചെയ്യുന്ന ഒരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോയും കൂടെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഇവിടെ ഒരു 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 1.5 മണിക്കൂർ കുതിരാനായിട്ട് ഇട്ട് വെക്കണം. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ഒഴിച്ചേക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ 1/2 കപ്പ് നുറുക്ക് ഗോതമ്പിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തേക്കാളും ആ ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ സൈസ് നല്ലതുപോലെ ഡബിളായിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് വെള്ളം ഒരുപാട് കൂടി പോകരുത്. നമ്മളിപ്പോൾ 1/2 കപ്പിന് 1 കപ്പ് വെള്ളം എന്ന കണക്കിന് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനി ഒരു പ്രാവശ്യം നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ നുറുക്ക് ഗോതമ്പ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കുതിർത്തി എടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ നിന്ന് നല്ല കട്ടിയായിട്ടുള്ള പാല് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ആ ഒരു കൊത്തെല്ലാം ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്കൊരു 2 കപ്പ് നല്ല കട്ടിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഒന്നും കൂടെ ഒന്ന് അരിച്ചിട്ടെടുക്കണം. അപ്പോൾ മൊത്തം നമ്മൾ 2 പ്രാവശ്യമാണ് ഇത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഏത് പാത്രത്തിലാണോ ഒന്ന് കുറുക്കിയെടുക്കുന്നത് അതിൽ ഡയറക്റ്റായിട്ട് തന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ടൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്താൽ മതി. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കരുത്. ഇത് നന്നായിട്ടൊന്ന് യോജിച്ചതിന് ശേഷം മാത്രം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നല്ലതുപോലെ കൈ എടുക്കാതെ ഒന്ന് കുറുക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച് കുറുക്കിയെടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കുറുകി കിട്ടും. പക്ഷേ ആ ഒരു ഗോതമ്പൊന്നും അത്ര ഒരു പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. പിന്നെ ഒരു നല്ല കറക്റ്റായിട്ടുള്ളൊരു ക്രീമി ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഒരു 6-7 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ കുറുകി കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുറുകി തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഒരുപാട് അങ്ങ് കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂണോളം നെയ്യോ ബട്ടറോ എന്ത് വേണം, ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് വേണോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. കാരണം ഒരുപാട് സമയം പുറത്ത് വെക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് സെറ്റായി പോവും. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന സാധാരണ നമ്മൾ വീട്ടിലൊക്കെ കാണുന്നൊരു ഗ്ലാസ്സാണ്. അതിൽ കുറച്ച് നെയ്യ് എല്ലാ ഭാഗത്തുമായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ പുഡിങ് പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അനുസരിച്ചിട്ട് നമ്മളിപ്പം കുറുക്കി വെച്ചില്ല ഒരു നുറുക്ക് ഗോതമ്പിൻ്റെ ആ ഒരു കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം, കാരണം സെറ്റ് ചെയ്യാനായിട്ട്. കാരണം പുറത്ത് കുറച്ച് സമയം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാത്രത്തിൽ ഇരുന്ന് തന്നെ സെറ്റാവും. അപ്പോൾ അത്ര അടിപൊളിയായിട്ട് പെട്ടെന്ന് സെറ്റായി കിട്ടുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഏത് പാത്രത്തിലാണോ നമുക്ക് സെറ്റ് ചെയ്തെടുക്കേണ്ടത് ആ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ ഗ്ലാസ്സിൽ തന്നെ സെറ്റ് ചെയ്യണം എന്നില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കപ്പിലോ ബൗളിലോ എന്തിൽ വേണമെങ്കിൽ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് ഞാനെടുത്ത 4 ഗ്ലാസ്സിലും പുഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരല്പം പുറത്ത് വെച്ച് ആ ഒരു ചൂടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ഫ്രീസറിലോട്ട് ഒരു 1/2 മണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ലതുപോലെ ഇത് സെറ്റായി കിട്ടും. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നല്ലതുപോലെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഇത് ഇളക്കിയെടുക്കുന്ന രീതിയും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ചരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് ഈ പുഡിങ് ചെറുതായിട്ട് ഇങ്ങനെ വിട്ട് വരുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ട് പുഡിങ് സെറ്റായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ സൂപ്പറായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നുറുക്ക് ഗോതമ്പിൻ്റെ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു നല്ലൊരു അടിപൊളി ഒരു ക്രീമി ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിന്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ആ 1 കപ്പിനെ 3 പീസായിട്ട് കട്ട് ചെയ്ത്, അതായത് 1 കപ്പ് പുഡിങ്ങിനെ 3 പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലേ നല്ല എന്ത് സോഫ്റ്റായിട്ടാണ് ഈ ഒരു പുഡിങ് ഇരിക്കുന്നതെന്ന്. സാധാരണയായിട്ട് ഈ ഒരു ഗോതമ്പ് വെച്ചിട്ടൊക്കെ പുഡിങ് ചെയ്യുമ്പോൾ ചെറിയൊരു കളർ ഡിഫറൻസ് എങ്കിലും ഉണ്ടാവും. ഒരു ചെറിയ ഇത്രയും ഒരു പ്യുവർ വൈറ്റ് കിട്ടില്ല. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റായിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് കുറച്ചും കൂടി ഒരു ഭംഗി കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തതാണ്, അത് വെച്ച് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കവർ ചെയ്തും കൂടെ എടുക്കുന്നതുകൊണ്ട് ഇതൊന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി. അതും ഈ ഒരു ചേരുവകൾ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും കാണുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇന്നും നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്, ഒരുപാട് പേർക്ക് വിഷസ് പറയാനുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഒരു സ്പെഷ്യൽ ഹായ്, വിഷസ് പറയാൻ പറഞ്ഞവർക്കെല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കുഞ്ഞ് അൺബോക്സിങ്ങും കൂടെ കാണാം. അപ്പം അപ്പുവിന് ഇൻസ്റ്റഗ്രാം ഒരു സ്റ്റോറിൽ നിന്ന് കിട്ടിയ കുറച്ച് ഡ്രസ്സാണ്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് കാണാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈ ജിറാഫ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്നാണ് അപ്പുവിന് ഈ ഒരു ഗിഫ്റ്റ് അയച്ചു കൊടുത്തേക്കുന്നത്. നല്ല സൂപ്പർ മെറ്റീരിയലാണ്, നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ്. അത് മാത്രമല്ല കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവർ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല മക്കൾക്ക് ഇടാൻ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്, പിന്നെ അതിൻ്റെ ക്വാളിറ്റി, പിന്നെ മിക്ക കുട്ടികൾക്കും ഈ ഡ്രസ്സിനൊക്കെ അലർജി ഉള്ള കുട്ടികളുണ്ട്. അപ്പം ഈ ഒരു സ്റ്റോറിൽ നിന്ന് നമ്മൾ എടുക്കുവാണെങ്കിൽ 100% പ്യുവർ കോട്ടൺ ആണ് ഇവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എല്ലാം, പിന്നെ അലർജി ഫ്രീയുമാണ്. പിന്നെ ഈ ഡ്രസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു നൈറ്റ് വെയർ ആണ്. ഇത് പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ്, നല്ല സൂപ്പർ സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുള്ളവരാണെങ്കിൽ മൈ ജിറാഫ് എന്ന് പറയുന്ന ആ ഒരു കിഡ്സിൻ്റെ സ്റ്റോർ ഒന്ന് വിസിറ്റ് ചെയ്യുക. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അതും വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ്. സാധാരണ നമ്മൾ ബേബി ഷോപ്പിൽ നിന്നും അല്ലാതെയൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റാണ്. പക്ഷേ ഈ ഒരു സ്റ്റോർ എന്ന് പറഞ്ഞാൽ നല്ല റീസണബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി സ്റ്റോറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.